ശബരി റെയിൽ പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പ്രതിസന്ധിയിൽ. കിഫ്ബി പദ്ധതി വഴി കഴിഞ്ഞ LDF സർക്കാർ 1900 കോടി രൂപയാണ് അനുവദിച്ചത്. കിഫ്ബി പൊളിച്ചെഴുതുമെന്ന പുതിയ സർക്കാരിന്റെ തീരുമാനമാണ് ശബരി റെയിൽവേയുടെ മുന്നോട്ടുപോക്കിന് തടസ്സമാകുന്നത്. കഴിഞ്ഞ LDF സർക്കാർ പച്ചക്കൊടി കാണിച്ച ശബരി റെയിൽ പദ്ധതിക്കാണ് പുതിയ സർക്കാർ വന്നതോടെ റെഡ് സിഗ്നൽ വീണത്. പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി കിഫ്ബി വഴി 1900 കോടി രൂപയും മാറ്റിവെച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് തുറക്കാനും തീരുമാനിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കിഫ്ബി പദ്ധതി പൊളിച്ചെഴുതുമെന്നാണ് പ്രഖ്യാപനം. ഇതുമൂലം ശബരി റെയിൽ പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കേരളത്തെ പിന്നോട്ടടിക്കുമെന്ന് മുൻ മന്ത്രി കൂടിയായ VN വാസവൻ പറഞ്ഞു. ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള അഭിപ്രായമനുസരിച്ചാണെങ്കിൽ കിഫ്ബി ആകെ ഉടച്ചു വാർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഉടച്ചിട്ട് എങ്ങനെയാണ് വാർക്കുന്നത് കണ്ടിട്ടേ പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പം നിലവിൽ അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകൾക്കൊക്കെ ഫണ്ട് കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാകും. ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിലെ മലയോര മേഖലയുടെ വികസനത്തിനും ഇത് വഴി തുറക്കും. എന്നാൽ പുതിയ ബജറ്റിൽ ശബരി റെയിൽ പദ്ധതിക്കായി ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തതക്കുറവാണ് പ്രകടമാകുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.